നമസ്കാരം. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിംഗ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും പൊട്ടറ്റോയൊക്കെ കൊണ്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സാധാരണ 1 കപ്പ് വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനൊരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മളിവിടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. വറുത്തതോ വറക്കാത്തതോ ആയ അരിപ്പൊടി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിനകത്തേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടറ്റോ മീഡിയം വലിപ്പം സൈസിലുള്ള ഒരു പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഈ അരിപ്പൊടിയുടെ മിക്സ് ഈ പൊട്ടറ്റോയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ പലഹാരത്തിന് ഒരു പൊട്ടറ്റോയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. പിന്നെ സബോളയുടെ ഒരു പകുതി അരിഞ്ഞതാണ്, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് കറുത്ത എള്ളുണ്ടെങ്കിൽ നല്ലതാണ്, എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് ഈ പൊട്ടറ്റോയും നമ്മുടെ ഈ അരിപ്പൊടിയുടെ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുട്ടിയെടുത്തതാണ്. ഇത് ചപ്പാത്തി പലകയിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മാവ് പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട്, അതിനു വേണ്ടി മാത്രമാണ്. അപ്പം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് ഈ ചപ്പാത്തി പലകയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തി പലകയുടെ റോളർ വെച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. തീരെ നൈസായിട്ടല്ല, ചെറിയ കട്ടിയോടുകൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു തിക്നെസ് കാണിക്കാം. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരത്തെ പാൻ തന്നെ ഒന്ന് കഴുകി ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ കുറച്ചെണ്ണ മതി. ഇതിനകത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി.